സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. പ്രീമിയർ ലീഗിൽ കുറേ മാച്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ന്യൂസുകളും വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക്. മാൻ യുണൈറ്റഡിന് വീണ്ടും ചെറിയൊരു അടിയായിട്ടുണ്ട്. കൂടാതെ ബാഴ്സലോണയ്ക്കും ആർസണലിനും പോസിറ്റീവായ റിപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം. അത് തന്നെ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയേക്കാം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെയും ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. സോ ഇന്നലെ അൽഅബി എന്ന് പറയുന്ന ക്ലബിന് അഗെയിൻസ്റ്റ് 8-0 അൽ നാസർ ജയിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫസ്റ്റ് ഹാഫ് കളിച്ച് സെക്കൻഡ് ഹാഫിൽ ആളെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വലിക്കുകയും ചെയ്തത് തുടക്കത്തിൽ നേരത്തെ തന്നെ. സോ അതിനകത്ത് തന്നെ ഫസ്റ്റ് ഹാഫാണ് മെയിനായിട്ട് കണ്ടത്. ബിക്കോസ് ക്രിസ്ത്യാനോ പോയ പിന്നെ നമുക്ക് എന്താ അൽ നാസർ. സോ അതിനകത്ത് തന്നെ ഞാൻ കളി കണ്ടു. ക്രിസ്ത്യാനോയുടെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് അന്യായ പെർഫോമൻസ് ആയിരുന്നു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളുടെ ഒരു 2 ഫ്രീ കിക്ക് ഗോളുകളാണ് വന്നത്. 11-ാം മിനിറ്റിലും 21-ാം മിനിറ്റിലുമാണ് ആ 2 ഫ്രീ കിക്ക് ഗോളുകൾ വന്നത്. അതിൽ ഫസ്റ്റ് വൺ ഗോൾ കീപ്പറിൻ്റെ തിരിച്ചു വരുന്നു. അത് മേ ബി ഗോൾ കീപ്പർ ഷുഡ് റൺ ബെറ്റർ എന്ന് ആളുകൾ പറയും. ബട്ട് അവിടെ ആ ബോളിൻ്റെ അടിവഴി ആ ബോൾ അടിക്കുക. ആൻഡ് സെക്കൻഡ് ഫ്രീ കിക്ക് ഒരു രക്ഷയില്ല. നമ്മുടെ ഓൾഡ് വിൻറ്റേജ് റൊണാൾഡോ ടൈപ്പ് ഫ്രീ കിക്ക്, ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു സെക്കൻഡ് ഗോള്. ആൻഡ് തേർഡ് ഗോൾ എടുത്ത് പറയണം. തേർഡ് ഗോള് പ്രോബബ്ലി വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഗോൾസ്. നമ്മൾ പക്ക തന്നെ പറയാം. ആ ഒരു ഗോൾ കീപ്പർ കയറി വരുന്നു, മേടി വഴി ഇടുന്നു ഔട്ട് സൈഡ് ദ ബോക്സോ. ഒന്നൊന്നര ഫിനിഷ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആ ഫ്രീ കിക്ക് 2 സൂപ്പർ വരുന്നില്ല. തേർഡ് ഗോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ ഹാട്രിക് ഫ്രം ക്രിസ്ത്യാനോ റൊണാൾഡോ. ആൻഡ് ഒരു അസിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പ് ആൾക്ക് വേണം ഫിനിഷ് ചെയ്യാനൊരു സുവർണ്ണ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ആൾ അൺസെൽഫിഷ്ലി ടീംമേറ്റ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ 3 ഗോളും ഒരു അസിസ്റ്റുമായിട്ട് ക്രിസ്ത്യാനോ ഇന്നലെ കളി വിടുകയാണ്. സോ മാനെ അടിച്ച ഗോളിനും ക്രിസ്ത്യാനോയുടെ ഒരു കട്ട് ബാക്ക് ആണ്. പക്ഷേ അത് ആ ഡിഫൻഡർ ക്ലിയർ ചെയ്ത് ഡിഫൻഡറിൻ്റെ ദേഹത്തിരിച്ച് ക്ലിയർ ചെയ്തതിനാൽ തന്നെ മേ ബി അത് അസിസ്റ്റായിട്ട് കൂട്ടത്തില്ലായിരിക്കും. പക്ഷേ ഐ തിങ്ക് 5 ഗോൾസ് ഇൻവോൾവ്മെൻറ്റ് തന്നെ ഫസ്റ്റ് ഹാഫിൽ ചുരുക്കി പറയാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ സീസണിൽ അൽ നാസർ ഈവൻ ദോ ലീഗ് അടിക്കത്തില്ലെങ്കിലും AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഔട്ടായെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ടോപ്പ് സ്കോറർ ബൂട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. സോ ക്രിസ്ത്യാനോ ആളുടെ ഡ്യൂട്ടി 39-ാം വയസ്സിലും ചെയ്യുന്നുണ്ട്. 24 കളിയിൽ നിന്ന് 29 ഗോളും 10 അസിസ്റ്റും ലീഗിൽ തന്നെ പുള്ളി നേടിയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൽ നാസർ ആസ് എ ടീം ഇപ്പം ഗോൾസ് അടിച്ചു കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 5-2, ഇന്ന് 8-0. സോ സൗദി പ്രോ ലീഗ് ഇഫ് നീഡ്സ് ടു ഡെവലപ്പ്, ഒരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ മറ്റ് ടീമുകളുടെ കൂടെ സ്റ്റാൻഡേർഡ് ഒരു അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്താൽ നൈസായിരിക്കും. സോ ഇപ്പോൾ ആ ടോപ്പ് 4 or 5 ടീമുകൾ ശേഷമുള്ള ടീമുകളായിട്ട് ഭയങ്കര അന്തരമുണ്ട് സ്റ്റാൻഡേർഡ്സിൽ. സോ അതും കൂടെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ സാധിച്ചാൽ സൗദി പ്രോ ലീഗ് സൂപ്പർബായിരിക്കും. കൂടെ ഫാൻസും ഇന്നലെ മേ ബി വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം ക്രൗഡ് അങ്ങനെ ഇല്ലായിരുന്നു. സോ ചില മാച്ചസിൽ ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ചില മാച്ചസിലെ ക്രൗഡ് മേ ബി വീക്കെൻഡ്സ് ഒഴികെയുള്ള മാച്ചസിൽ വരുമ്പോൾ ഒരല്പം കുറവുണ്ട്. മേ ബി വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം. സോ അതും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സൗദി പ്രോ ലീഗിന് സാധിച്ചാൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ബൂസ്റ്റ് ഫോർ ദം. അണ്ണൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഈ വയസ്സിലും ഈസ് ഗോയിങ് സ്ട്രോങ്. സോ മാച്ച് കണ്ട ഒരു അഭിപ്രായം പറയാം. അവിടെ നിന്ന് നേരെ നമ്മൾ മാൻ യുണൈറ്റഡിൻ്റെ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ 2 മോശം വാർത്തകളാണ് വന്നിരിക്കുന്നത്. ബോത്ത് ലിസാൻഡ്രോ മാർട്ടിനസ് ആൻഡ് വിക്ടർ ലിൻഡലോഫ് 1 മാസത്തേക്കെങ്കിലും മിനിമം ഔട്ട് ആവുമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്കറിയാം ഫെബ്രുവരിയിലാണ് ലിസാൻഡ്രോ മാർട്ടിനസിന് ഇഞ്ചുറി പറ്റിയത്. അതിനുശേഷം ആൾ വെളിയിലായിരുന്നു. സോ അതിനുശേഷം ട്രെയിനിങ് ഒക്കെ ഇപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ആൾ ആരംഭിച്ചിരുന്നു. ആൾ തിരിച്ചു വരുന്നു. മേ ബി ചെൽസിക്ക് അഗേൻസ്റ്റ് സ്ക്വാഡി ഇടം നേടിയേക്കും എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. സോ അതിനകത്ത് തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് വീണ്ടും ട്രെയിനിങ്ങിനിടയിൽ വീണ്ടും ഒരു ഇഞ്ചറി, കാഫ് സ്ട്രെയിൻ ആണ് ആൾക്കുണ്ടായിരിക്കുന്നത്. സോ മിനിമം 1 മന്തിലേക്ക് ഔട്ടാകും എന്നാണ് കേൾക്കുന്നത്. കൂടാതെ വിക്ടർ ലിൻഡലോഫ് ബ്രെൻഫോർഡിന് അഗേൻസ്റ്റ് ഉള്ള മത്സരത്തിനിടയ്ക്ക് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചറിയുമായിട്ട് പോയിരുന്നു. സോ ആളും മിനിമം 1 മന്തിലേക്ക് വിക്ടർ ലിൻഡലോഫ് ഔട്ടാവുമെന്ന് കേൾക്കുന്നു. സോ ഇത് പറയുന്നത് 53-ാമത്തെ സെപ്പറേറ്റ് കേസ് ഓഫ് ഇഞ്ചറി ആൻഡ് ഇൽനെസ് ആണ് മാൻ യുണൈറ്റഡ് ഈ സീസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇഞ്ചറി വരട്ടുന്ന ഒരു മേജർ ടീമുകളൊന്നാണ് മാൻ യുണൈറ്റഡ്. 53rd കേസാണിത്. സോ അതിനകത്ത് തന്നെ ഇറ്റ്സ് ലുക്കിംഗ് ബാഡ്. ഈ സീസൺ മിനിമം 1 മന്താണ് രണ്ടുപേരും ഔട്ടാകുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസ് കമ്മിങ് ബാക്ക് വുഡ് ഹാവ് ബീൻ എ ഹ്യൂജ് ബൂസ്റ്റ് ഫോർ ദം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ FA കപ്പ് ടൈകൾ വരുന്നു. കൂടാതെ ഇപ്പം ടോപ്പ് 4ലേക്ക് പുഷ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് നോക്കുന്നു. ഇതിനെല്ലാം വൻ സഹായമായനെ വിക്ടർ ലിൻഡലോഫ് വരുന്നു. മേ ബി 5th സ്പോട്ടിലേക്ക് പുഷ് ചെയ്താൽ പോലും മേ ബി ചാമ്പ്യൻസ് ലീഗ് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ കിട്ടിയതാണ്. സോ അത് ഒന്ന് പുഷ് ചെയ്യാനായിട്ടായിരുന്നു മാൻ യുണൈറ്റഡ്. വിക്ടർ ലിൻഡലോഫ് ഇപ്പോൾ ഔട്ടാണ്. ബട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് കമ്മിങ് ബാക്ക് വുഡ് ഹാവ് ബീൻ എ ഹ്യൂജ് ബൂസ്റ്റ്. പക്ഷേ അത് ആയിരിക്കുകയാണ്. സോ വേറൊരു കാര്യം മാൻ യുണൈറ്റഡ് അറിഞ്ഞാലോ, ജേസൺ വിൽകോക്സിൻ്റെ കാര്യം. ആൾ സൗത്താംപ്ടൻ്റെ റോൾ റിസൈൻ ചെയ്തതിന് ശേഷം ആളാണെങ്കിൽ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് മാൻ യുണൈറ്റഡിൽ ചേർന്നിട്ടുണ്ട്. സോ ഗ്രേറ്റ് ഇനിയോസിൻ്റെ മറ്റൊരു ഒമർ ബറാഡോയുടെയും മറ്റൊക്കെ ടീമിലേക്ക് വീണ്ടും ആഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ആഷ്വർത്താണ് ഇനിയും വരാനായിട്ട് നോക്കിയിരിക്കുന്നത്. ആൻഡ് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ആളിപ്പോൾ ഒരു ഗാർഡനിങ് ലീവിലൊക്കെയാണ് ന്യൂക്കാസിലിൽ നിന്ന്. സോ അങ്ങ് നോക്കാം എന്തായി തീരുമെന്ന്. സോ ഈ ഒരു പോസിറ്റീവ് ജേസൺ വിൽകോക്സിൻ്റെ അപ്പോയിൻമെൻറ്റിന് ഇടയ്ക്ക് ഒരു നെഗറ്റീവ് വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ ഇഞ്ചറിയാണ്. മാൻ യുണൈറ്റഡ് ഫാൻസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? സോ അവിടെ നിന്ന് നേരെ നമ്മൾ നെയ്മറിൻ്റെ ഒരു കാര്യം പറയുകയാണ്. സോ നെയ്മർ ആണെങ്കിൽ
സാൻഡോസിൻ്റെ ലാസ്റ്റ് മാച്ചസും മറ്റുമൊക്കെ കാണാനായിട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ബ്രസീലിലൊക്കെ ഉണ്ടായിരുന്നു. സോ ബ്രസീലിയൻ മീഡിയാസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പല മൾട്ടിപ്പിൾ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2025 ആൾ ഫ്രീ ഏജന്റ് ആവുകയാണ്. 2 ഇയർ കോൺട്രാക്റ്റ് ആണ് അൽ ഹിലാലുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ആളിപ്പോൾ ഔട്ടാണ്. ഈ ഒരു ഫുൾ സീസൺ പോയിരുന്നു. നെക്സ്റ്റ് സീസൺ ആൾ കോപ്പയ്ക്ക് ശേഷം അവിടെ കളിക്കുമോ എന്ന് ആർക്കറിയാം, ഫിറ്റായി വരുമോ ഒന്നൊന്നും അറിയത്തില്ല. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2025 ശേഷം ആൾക്ക് അവിടെ നിൽക്കാൻ പ്ലാൻ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇവൻ അൽ ഹിലാലിനോടും പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഉറപ്പില്ല. ദേ ആർ ഓൾസോ നോട്ട് ഇൻട്രസ്റ്റഡ് ടു എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കേൾക്കുന്നു. സോ അതിനകത്ത് തന്നെ 2025 ഹി മൈറ്റ് മൂവ് ബാക്ക് ടു സാൻഡോസ് ആൻഡ് ഫിനിഷ് ഹിസ് കരിയർ അറ്റ് ബ്രസീലിൽ നിന്ന് കേൾക്കുന്ന ആള് സാൻഡോസ് മാനേജ്മെന്റിനെ കൂടാതെ അവിടെയുള്ള ടീംമേറ്റ്സിനോടും മറ്റുമൊക്കെ ഈ കാര്യം സൂചിപ്പിച്ചു എന്നാണ് ബ്രസീലിയൻ മീഡിയാസും ഇന്ന് പല സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബ്രസീൽ തിരിച്ച് നെയ്മർ അവിടെ പോകുന്നത് നല്ല കാര്യമാണോ? ഐ തിങ്ക് യൂറോപ്പിലോട്ട് ഇനി ഐ കാനോട്ട് സി എ ടോപ്പ് ക്ലബ് ഗോയിങ് ആഫ്റ്റർ നെയ്മർ. വൺ റിസ്കി മൂവ് ആയിരിക്കും. പിന്നെ പുള്ളിയുടെ ഇഞ്ചറി ഹിസ്റ്ററിയും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് ആരെങ്കിലും പോകുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സോ ഐ തിങ്ക് ടു ബ്രസീൽ ദാറ്റ് മൈറ്റ് ബി ദ റൈറ്റ് മൂവ്. സോ ഇന്റർ മയാമിയായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്റർ മയാമിക്ക് പുള്ളീനെയും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. വേജ് ക്യാപ്പ് വെച്ച് അവിടെ സ്ട്രിക്ട് വേജ് ക്യാപ്പ് ഇഷ്യൂസ് ഉള്ളതിനകത്ത് തന്നെ. സോ സുവാറസ് പോലൊരു നമുക്കറിയാം ഒരു വലിയ ഹ്യൂജ്ലി പെയ്ഡിലല്ല അവിടെ നിൽക്കുന്നത്. സോ അതിനകത്ത് തന്നെ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ഇന്റർ മയാമി ടു സൈൻ ഇൻ. പിന്നെ ആള് ഫ്യൂച്ചറിൽ MLS കളിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. മേ ബി ന്യൂയോർക്കിലോ ലോസ് ഏഞ്ചൽസിലോ എല്ലാ ഗാലക്സിയിലോ മറ്റോ ഒക്കെ കളിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മേ ബി പുള്ളി അങ്ങോട്ടും വരുമായിരിക്കും, MLS വരുമായിരിക്കും. പക്ഷേ മേ ബി പുള്ളി നെക്സ്റ്റ് മൂവ് 1 or 2 ഇയേഴ്സ് ബ്രസീലിൽ കളിക്കാനാണ് പുള്ളിയുടെ പ്ലാൻ ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേൾഡ് കപ്പ്. 2026 വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീലിൽ നിന്ന് സാന്റോസിന് വേണ്ടി കളിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആളുടെ പ്ലാൻ എന്നൊക്കെ കേൾക്കുന്നു. നമുക്കൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷുഡ് നെയ്മർ മൂവ് ബാക്ക് ടു ബ്രസീൽ? സോ അവിടെ നിന്ന് നമ്മൾ നേരെ വേറെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ മാർക്കോസ് അലോൺസോ നമുക്കറിയാം ഇഞ്ചേർഡ് ആയിട്ട് ഔട്ടാണ്. ആൾ ഈ 33 വയസ്സുകാരനായ സ്പാനിഷ് ലെഫ്റ്റ് ബാക്ക് ഈ സീസൺ എൻഡിൽ ഫ്രീ ഏജന്റ് ആവുകയാണ്. ബാർസലോണ വിടുക എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. സോ ഇപ്പം ഈ സീസൺ 4 ലീഗ മാച്ചസേ പുള്ളി കളിച്ചിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് ദ ടൈം ഇഞ്ചേർഡ് ഔട്ടായിരുന്നു. സോ ഇപ്പോൾ സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പുള്ളിയായിട്ട് പേഴ്സണൽ ടേംസും മറ്റുമൊക്കെ ഡിസ്കഷൻ തുടങ്ങിയ ഒരു അഗ്രിമെന്റിന്റെ വക്കീലായിട്ടുണ്ടെന്ന്. മേ ബി മാർക്കോസ് അലോൺസോ സ്പെയിനിൽ തന്നെ ഒരു ക്ലബ്ബിൽ തുടരാനാണ് താല്പര്യമെന്നും ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സ് എന്നാണ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താവുന്നു. അവിടുന്ന് നേരെ റൂമൻ അമോറിയത്തിൻ്റെ ഒരു കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം പെഡ്രോ സെപ്പിൾവേഡ എന്ന് പറയുന്ന പോർച്ചുഗീസ് പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് തോന്നുന്നു, പോർച്ചുഗീസ് ജേർണലിസ്റ്റ്, സോ വൺ ഓഫ് ദ റിലയബിൾ ജേർണലിസ്റ്റ് ഫ്രം പോർച്ചുഗലാണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 റിലീസ് ക്ലോസ് റൂമൻ അമോറിയത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ടെന്നാണ്. അതായത് ഫോർ എ പോർച്ചുഗീസ് ക്ലബ് 30 മില്യൺ യൂറോസ് ആണ് ആളുടെ റിലീസ് ക്ലോസ്. അതായത് പോർച്ചുഗീസ് ക്ലബിന് പുള്ളിയെ വാങ്ങിക്കണമെങ്കിൽ 30 മില്യൺ സ്പോർട്ടിംഗ് ലിസ്ബൺ പേ ചെയ്യേണ്ടി വരും. അതേസമയത്ത് ഔട്ട്സൈഡ് ഓഫ് പോർച്ചുഗൽ ഏതൊരു ക്ലബ്ബാണ് റൂമൻ അമോറിയത്തിന് എടുക്കേണ്ടതെങ്കിൽ 20 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് കൊണ്ടുവന്നു. സോ പുള്ളി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ ആർ വില്ലിംഗ് ടു പേ, അതെനിക്കറിയത്തില്ല സത്യമാണ്, 15 മില്യൺ ഫോർ ഹിം. അതാണ് ലിവർപൂളിൻ്റെ ഓഫർ എന്നുള്ള രീതിയിൽ ടു സ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ കൂടെ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. സോ 20 മില്യൺ ആണ് ഔട്ട്സൈഡ് ഓഫ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ പേയ്മെൻറ്റ്. സോ 15 മില്യൺ ഇപ്പോൾ പറയുന്നത് ഫോർ ലിവർപൂൾ 20 മില്യൺ ദാറ്റ്സ് ഓക്കെ ഫോർ ദാൻ. അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ ഐ തിങ്ക് ദേ മൈറ്റ് ബി വില്ലിംഗ് ടു പേ ദാറ്റ്. ആൻഡ് റൂമൻ അമോറിയം ആണ് അവരുടെ ഫ്രണ്ട് റണ്ണറിന് ഇപ്പം എല്ലാ റിലയബിൾ ആയ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്, followed by De Zerbi. So I think Ruben Amorim to Liverpool might be happening by the end of the season. അതിൻ്റെ ഒരു കൺഫർമേഷൻ ആവും. ആൻഡ് 20 മില്യൺ റിലീസ് ക്ലോസ് ലിവർപൂൾ ക്യാൻ പേ ദാറ്റ്. ആൻഡ് അമോറിയം ഈസ് ഓൾസോ, അമോറിയത്തിൻ്റെയും പ്രിഫറൻസ് ലിവർപൂൾ ആണെന്ന് കേൾക്കുന്നു. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടുന്ന് നേരെ നമ്മളൊരു ബെർണാഡോ സിൽവയുടെ ഇപ്പം മുൻപോട്ടപ്പെട്ടവയുടെ ജേർണലിസ്റ്റായ ബെർണാഡോ പോളോ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ സീസൺ തുടക്കത്തിലെ കോൺട്രാക്ട് ബെർണാഡോ സിൽവ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് വെച്ചു എന്ന് പറഞ്ഞ റൂമേഴ്സ് ഉണ്ടായിരുന്നു. സോ അതിപ്പം ആൾ കൺഫേം ചെയ്യുന്ന രീതിയിൽ ഈ ഫെർണാണ്ടോ പോളോയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാർസലോണയ്ക്ക് 50 മില്യൻ്റെ ഒരു റിലീസ് ക്ലോസ് ബാർസലോണയ്ക്ക് ബാർസലോണ എന്നാണ് ആൾ പറയുന്നത്. ബാർസലോണയ്ക്ക് മാത്രമേ അത് ട്രിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ആൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ പക്ഷേ വേറെ കുറേ സോഴ്സുകൾ നേരത്തെ പറഞ്ഞാൽ എനി ക്ലബ് ക്യാൻ ബൈ ദാറ്റ് ഫോർ 50 മില്യൺ എന്നിട്ട്. ബട്ട് ഇപ്പം ഫെർണാണ്ടോ പോളോ പറയുന്നത് ബാർസലോണയ്ക്ക് 50 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ബെർണാഡോ സിൽവയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ എന്ന് പറഞ്ഞാണ് ആൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. എന്തായാലും ബാർസലോണയുടെ പ്രിഫറൻസ് ആയിരുന്നു ഈ സാവി സ്റ്റേജ് ബെർണാഡോ സിൽവനെ ആൾ മേ ബി ഫോഴ്സ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഹാൻസി ഫ്ലിക്കാണ് നെക്സ്റ്റ് വരുന്നെങ്കിൽ ബെർണാഡോ സിൽവയ്ക്ക് വേണ്ടി ആൾ പുഷ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബെർണാഡോ സിൽവ ഹ്യൂജ്ലി ബാർസലോണ റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. സോ ഫോർ 50 മില്യൺ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ബെർണാഡോ സിൽവയ്ക്ക് വേണ്ടി നമ്മൾ പോകണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സോ
ഐ തിങ്ക് റഫീനെ വിറ്റില്ല. റഫീനെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഐ കനോട്ട് സി ബാർസലോണ ഗോയിങ് ആഫ്റ്റർ ബെർണാർഡോ സിൽവ. നമ്മൾ മൈറ്റ് ബി ലുക്കിംഗ് അറ്റ് ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന ഇപ്പോൾ നിക്കോ വില്യംസ്, ഹി ഓൾസോ ഹാവ് എ 50 million റിലീസ് ക്ലോസ്. അങ്ങോട്ട് മേ ബി ഫോക്കസ് പോയെന്ന് വരാം. സോ മേ ബി റഫീന ലീവ് ചെയ്താൽ വി കനോട്ട് ചെയ്താൽ, കാരണം റഫീന സ്റ്റേ ചെയ്തു ആൻഡ് യമാൽ ബേസ്റ്റ് ഓൺ ടു ദ സീൻ. അതിനെ തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും യമാൽ എന്തായാലും ഇവിടെ കാണും. സോ റഫീനെ കൊണ്ട് സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഐ കനോട്ട് സി ബാർസലോണ ഗോയിങ് ആഫ്റ്റർ ബെർണാർഡോ സിൽവ. ബട്ട് ഇഫ് റഫീന ലീവ്സ് ഫോർ മേ ബി 100 million, ഇപ്പോൾ അൽ ഹിലാലിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്, മേ ബി 100 million ഒക്കെ ലീവ് ചെയ്താൽ ഐ ക്യാൻ സി ബാർസലോണ ഗോയിങ് ആഫ്റ്റർ ബെർണാർഡോ സിൽവ. അല്ലാതെ ഐ കനോട്ട് സി, ഇപ്പോൾ റഫീന സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഐ കനോട്ട് സി ബെർണാർഡോ സിൽവ. കമ്മിങ് ടു ബാർസലോണ, അവിടുന്ന് നേരെ നമ്മൾ ഈ ബാർസലോണയെ തന്നെ നിൽക്കുമ്പോൾ സുബിമെൻഡിയുടെ കാര്യമാണ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ബാർസലോണയ്ക്കും ആർസണലിനും ഉണ്ടെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇഫ് സാബി അലോൺസോ ബയൺ മ്യൂണിക്കിൽ ചേർന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സുബിമെൻഡി ബയൺ മ്യൂണിക്കിൽ വരുമായിരുന്നെന്നാണ് കേട്ടിരുന്ന റിപ്പോർട്ടുകൾ. സോ ഐ തിങ്ക് സാബി അലോൺസോ സുബിമെൻഡിയായിട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണുള്ളത്. സോ ഫോർ സുബിമെൻഡി പുള്ളിക്കൊരു മെൻറ്ററൊക്കെ പോലെയാണെന്ന് പറയാറുണ്ട്. സാബി അലോൺസോ ആയിട്ട് ആൾ വളരെ ക്ലോസ് ആണ്. സോ അതിനകത്ത് തന്നെ മേ ബി ബയൺ മ്യൂണിക്കിലോട്ട് സാബി അലോൺസോ ചെല്ലുമായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു സുബിമെൻഡി ടു ബയൺ മ്യൂണിക്ക്. പക്ഷേ ഇപ്പം ആൾ ബയർ ലെവർകൂസനിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സോ അതിനകത്ത് തന്നെ ഇപ്പോൾ ആർസണലും ബാർസലോണയ്ക്കും പുള്ളിനെ പുൾ ഓഫ് ചെയ്യാനായിട്ട് നല്ല സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. സോ ഫൈനാൻഷ്യലി ഏറ്റവും ബെസ്റ്റ് പാക്കേജ് പ്രൊവൈഡ് ചെയ്യാൻ പോകുക ആർസണലായിരിക്കും. അർട്ടേറ്റ റേറ്റ്സ് ഇൻ സോ ഹൈലി. ആൻഡ് സാവി നെക്സ്റ്റ് സീസൺ കോച്ചല്ല, ബട്ട് സാവി ആണെങ്കിലും മാനേജ്മെൻറ്റ് ആണെങ്കിലും അവർ പ്രോജക്റ്റിലേക്ക് ബാർസലോണ സ്റ്റൈലിലേക്ക് മേ ബി ബുസ്കറ്റ്സിനെ ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് ആയിട്ട് പുള്ളിയാണ് പ്രിഫേർഡ് വണ്ണെന്നും റിപ്പോർട്ടുകളുണ്ട്. സോ ഇന്റേണൽ റിപ്പോർട്ട്സ് ഉണ്ട്, സാവിയുടെ പ്രിഫറൻസും ഉണ്ട്. സോ 60 million euros ഈസ് ഇസ് റിലീസ് ക്ലോസ് ദാറ്റ് ക്യാൻ ബി ആക്ടിവേറ്റഡ്. സോ റയൽ സൊസൈറ്റിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 60 million റിലീസ് ക്ലോസ് ഉണ്ട്. സോ ഈ സുബിമെൻഡിനെ ഒന്ന് ബെറ്റർ ഓഫർ ആരും കൊടുക്കുന്നു അങ്ങോട്ട് പോകുമായിരിക്കും. സോ നമുക്ക് നോക്കാം, ആൾ ബാർസലോണ തന്നെ എടുക്കുമോ ആർസണൽ തന്നെ എടുക്കുമോ. മേ ബി നെക്സ്റ്റ് സീസൺ ഈ രണ്ട് ക്ലബ്ബിൽ എങ്ങോട്ടേലും ആൾ നീങ്ങാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബട്ട് ആർസണലിലാണ് ഫൈനാൻഷ്യലി പുള്ളിയാനായിട്ട് ഇപ്പം പറ്റുമോ. ബാർസലോണയ്ക്ക് ഒത്തിരി കടമകൾ കിടക്കാനുണ്ട് സൈനിങ്സ് ഒക്കെ നടത്തണമെങ്കിൽ. സോ അവിടുന്ന് നേരെ നമ്മൾ മാഞ്ചസ്റ്റർ ക്ലബ്ബുകളിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട് അല്ലേ, ഫ്രിംപോങ്ങിനെ നെക്സ്റ്റ് സീസൺ ബയർ ലെവർകൂസൻ വിടുമെന്നുള്ള കാര്യം സീക്രട്ട് ഒന്നുമല്ല, അത് എല്ലാവർക്കും അറിയാം. കാരണം 40 million റിലീസ് ക്ലോസ് ഉണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ക്ലബ്ബുകൾ ക്യൂ നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ഇപ്പോൾ സൺ സ്പോർട്സ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത്, ഇതിനു മുമ്പ് വേറെ പല ഇപ്പം ഡെയിലി മെയിലും മറ്റുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ബോത്ത് മാഞ്ചസ്റ്റർ ക്ലബ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫ്രിംപോങ് എന്നാണ് കേൾക്കുന്നത്. സോ രണ്ട് മാഞ്ചസ്റ്റർ ക്ലബ്സിനും ഒരു ഫുൾ ബാക്ക് നെക്സ്റ്റ് സീസൺ വേണം. കഴിഞ്ഞ ദിവസം കായ് വോക്കർ ഫ്രിംപോങ്ങിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടു, മറ്റേ ബയർ ലെവർകൂസനെ ഗോൾ അടിച്ച് കൂട്ടുന്ന എന്തോ ഒരു ഇൻ്റർവ്യൂവിലായിരുന്നു. ആ ഒരു ഫുൾ ബാക്ക് ഇല്ല, എന്താണ് ആളുടെ പേര് ഫ്രിംപോങ് എന്നുള്ള രീതിയിൽ കായ് വോക്കർ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ആവുന്ന ആ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഫ്രിംപോങ്ങിനെ കുറിച്ച് സിറ്റിയിൽ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. മേ ബി സിറ്റി ഫ്രിംപോങ്ങിനെ നോക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ആയിരിക്കാം കായ് വോക്കർ അങ്ങനെ പറഞ്ഞത്. ആൻഡ് കൂടാതെ മാൻ യുണൈറ്റഡ് ഫ്രിംപോങ്ങിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് സീസൺ പകുതി വെച്ചുകൊണ്ട് ഡിസംബർ തൊട്ടേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. സോ 40 million റിലീസ് ക്ലോസ്. ഈ സീസൺ 8 ഗോളും 7 അസിസ്റ്റും ആയി 25 മാച്ചിൽ ആൾ തകർപ്പൻ ഫോമിലാണ്. സോ നമുക്ക് നോക്കാം എന്തായാലും ഏത് മാഞ്ചസ്റ്റർ ക്ലബ്ബ് പുള്ളിനെ പുൾ ഓഫ് ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടു നോക്കാം. അടിപൊളി സൈനിങ് ആയിരിക്കും ആർക്കാണേലും. ഒഫൻസീവ്ലി സ്ട്രോങ് ആണ്, ഇതാണ് ഡിഫെൻസീവ്ലി അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്.